ഇഹലോകത്തും പരലോകത്തും ഏറ്റവും അധികം നിന്ദ്യത നൽകുന്ന, കഠിനമായ ശിക്ഷ നൽകപ്പെടുന്ന, ഭൗതിക ലോകത്ത് തന്നെ നിന്ദ്യരായിത്തീരുന്ന അവസ്ഥയിലേക്ക് ആളുകളെ എടുത്തെറിയപ്പെടുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ തകർക്കപ്പെടുക എന്നുള്ളത്, അതിൻ്റെ നാശത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ സ്മരിക്കാൻ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് വരുന്നവനെ തടയുക എന്നുള്ളത്. ആ ആയത്തിൻ്റെ വ്യാഖ്യാനം പരിശോധിക്കുമ്പോൾ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നത് കാണാൻ സാധിക്കും. സ്ത്രീ സമൂഹത്തിന് അഥവാ ഈ ഉമ്മത്തിൻ്റെ പാതിയായ നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് ജുമുഅ ജമാഅത്തുകൾ ഏർപ്പെടുത്തിയതുപോലെ, ജുമുഅ നിർബന്ധമാക്കിയതുപോലെ അവർക്ക് അല്ലാഹു അത് നിർബന്ധമാക്കിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഇഷ്ടത്തിനത് വിട്ടുകൊടുത്തു. അവർക്കത് ചോയ്സ് ചെയ്യാം, തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യം അല്ലാഹു അവർക്ക് നൽകിയത് കൊണ്ട് തന്നെ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നത് കാണാൻ കഴിയും. ഒരു സ്ത്രീ ഹജ്ജ് ചെയ്യാൻ, ഒരു ഉമ്മ ഹജ്ജ് ചെയ്യാൻ ഒരുങ്ങിയിറങ്ങിയാൽ അവരെ തടയൽ പാടുള്ളതല്ല. ലാ യജൂസു മൻഉൽ മർഅ മിനൽ ഹജ്ജ്. ഒരു സ്ത്രീയെ, ഒരു ഉമ്മയെ, നമ്മുടെ ഒരു സഹോദരിയെ ഹജ്ജിൽ നിന്ന് തടയാൻ പാടില്ല. അവർക്ക് ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടാകണം, കഅബാലയത്തിലേക്ക് പോകാൻ അവസരമുണ്ടാകണം. ഇത് പറഞ്ഞ ഉടൻ തന്നെ അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, വലാ തുംനഉ അയ്ളം മിനസ്സലാത്തി ഫിൽ മസാജിദി. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക്, പള്ളികളിലേക്ക് പോകാനുള്ള അനുവാദവും അവർക്കുണ്ട്, അവരെയും തടയാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് എന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട്, വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു സഹോദരി പള്ളിയിലേക്ക് വന്നാൽ അവരെയും തടയാൻ പാടില്ല എന്ന് ഈ ആയത്തിൻ്റെ അർത്ഥമാണ്, ഇതിൻ്റെ ആശയമാണ്. അപ്പോൾ ഇത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കടന്നു വരാനും അവരുടെ ഇബാദത്ത് നിർവഹിക്കാനും അള്ളാഹുവിന് സുജൂദ് ചെയ്യാനും വേണ്ടി നിർമ്മിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, ആ ഭവനങ്ങൾക്ക് പറഞ്ഞ പേര് പോലും ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വീട് എന്നാണ്, അള്ളാഹുവിൻ്റെ ഭവനം എന്നാണ്. ആ ഭവനങ്ങൾ നമ്മോട് ഒരുപാട് സംഗതികൾ പറഞ്ഞു തരുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ച വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ നമുക്ക് തരുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് തന്നെ റബ്ബിനോടല്ലാതെ വേറൊരു ശക്തിയോട് പ്രാർത്ഥിച്ചുകൂടാ. മസ്ജിദുകൾ അള്ളാഹുവിൻ്റെതാണ്, റബ്ബിൻ്റെതാണ്, മാലിക്കുൽ മുലൂക്കിൻ്റെതാണ്, രാജാതിരാജനായ റബ്ബുൽ ആലമീൻ്റെതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവല്ലാത്തൊരു ശക്തിയോട് പ്രാർത്ഥിച്ചുകൂടാ എന്ന അടിസ്ഥാനപരമായ തത്വം അള്ളാഹു പള്ളികളെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു തത്വം വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ ഈ തുവൂരങ്ങാടിയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. നിരവധി പള്ളികളുടെ ഇടയിൽ ജീവിക്കുന്നവരാ നമ്മൾ. നിസ്കാരത്തിന് സമയമായാൽ പല പള്ളി മിനാരങ്ങളിൽ നിന്നും തക്ബീറിന്റെ വചനം കേൾക്കുന്നവരാണ് നമ്മൾ. ഒരു ദിവസം 5 തവണ ആ തക്ബീറിന്റെ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, അടിസ്ഥാനപരമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. ആ പള്ളി മിനാരങ്ങൾ നമ്മെ വിളിച്ചൊരു വിളിയുണ്ട്, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന വിളിയാണത്. മനസ്സിലാക്കണം, വിജയത്തിലേക്ക് വരൂ എന്നൊരു വിളി മാത്രമല്ല, ആ വിജയത്തിനൊപ്പം ആ വിജയം നേടിത്തരുന്ന നിസ്കാരത്തിലേക്ക് വരൂ എന്ന വിളി അങ്ങ് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ട ഒരു ധാരണ, സംസ്കൃതരായ ഒരു സമൂഹമായി നമ്മളെപ്പോഴും നിലകൊള്ളണമെന്നതാണ്. ഏറ്റവും വിശുദ്ധിയുള്ള സമൂഹമായി നമ്മൾ നിലനിൽക്കണമെന്നുള്ളതാണ്. കാരണം നമ്മുടെ അധ്വാനം ഒരിക്കലും ദുനിയാവിനല്ല,
നമ്മുടെ പരിശ്രമം ഒരിക്കലും ദുനിയാവിനല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പോലും അല്ലാഹു പറഞ്ഞല്ലോ, മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഏതെങ്കിലും ഒരാളൊരു പള്ളി നിർമ്മിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് അവന് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് മംബന മസ്ജിദൻ. ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അവന് ഒരു ഭവനം അവൻ്റെ സ്വർഗത്തിൽ പണിതു കൊടുക്കുന്നതാണ്. അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഉമ്മമാർ, സഹോദരികൾ, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, പണിയെടുക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഉമ്മു മുഹമ്മദ് എന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ സമ്പത്തിൽ നിന്നാണ് തൂരങ്ങാടിയിലേക്ക് ഒരു പള്ളി നിർമ്മിക്കാൻ അവർ സമ്പത്ത് തരുന്നത്. ഒരു സഹോദരിയാണ്, ഒരു ഉമ്മയാണ്. അതുപോലെ ഈ നാട്ടിലുള്ള വ്യത്യസ്തരായ ഉമ്മമാർ, സഹോദരങ്ങൾ, അവരിങ്ങനെ നൽകുകയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി. അവിടെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ദുനിയാവുമായി ബന്ധപ്പെട്ട ലക്ഷ്യമല്ല, നേരെ മറിച്ച് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവിടെ സ്വർഗം ലഭിക്കണം എന്ന ആഗ്രഹമാണ്. ആ ആഗ്രഹത്തോടെ ഒരു പള്ളി ഉണ്ടാക്കണം, ഒരു മസ്ജിദ് നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരും ഒന്നുകൂടി കടന്നു ചിന്തിക്കണം. അതെന്താണ്? അള്ളാഹുവിൻ്റെ മസ്ജിദാകാൻ എനിക്ക് കഴിയണം എന്നതാണ്. അള്ളാഹുവിൻ്റെ മസ്ജിദാകാൻ എനിക്ക് കഴിയണം. കാരണം അള്ളാഹു ഒരുക്കിയ സ്വർഗത്തിലേക്കുള്ള, അല്ലെങ്കിൽ അവിടെ സ്വർഗം നേടണം, അള്ളാഹുവിൻ്റെ മുന്നിൽ വിജയിക്കണം, റബ്ബുൽ ആലമീൻ്റെ മുന്നിൽ വിജയിക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്നവരാണ് നമ്മൾ. ആ റബ്ബിൻ്റെ മുന്നിൽ വിജയിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ വെച്ച് തന്ന ഒരേ ഒരു നിർദ്ദേശം, ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്കത് പറഞ്ഞു തന്നു. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആഖിറത്തിന്റെ പ്രത്യേകത, ഹിസാബിന്റെ നാളിന്റെ പ്രത്യേകത, പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന പരലോകത്തിന്റെ പ്രത്യേകത. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്ത് ഉപകരിക്കാത്ത ദിവസമാണ്, സന്താനങ്ങൾ ഉപകരിക്കാത്ത ദിനമാണ്. സമ്പത്ത് കൊണ്ട് പരലോകത്ത് ആർക്കുമൊന്നും നേടാൻ കഴിയില്ല. മക്കളെ കാണിച്ചൊന്നും നേടാൻ കഴിയില്ല, കുടുംബക്കാരെ കാണിച്ചൊന്നും നേടാൻ കഴിയില്ല, തറവാട് കാണിച്ചൊന്നും നേടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കരളിൻ്റെ കട്ടമായ ഫാത്തിമ ബീവി, ആ ഫാത്തിമ ബീവിയെ നമുക്കറിയാം, ഫാത്തിമത്തുൽ ബത്തൂലിനെ നമുക്കറിയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്നത് പോലെ നടക്കുന്ന റസൂലുള്ളാഹിന്റെ പുന്നാര മോളാണ്. നബി ചിരിക്കുന്നത് പോലെ ചിരിക്കുന്ന റസൂലുള്ളാഹിന്റെ പുന്നാര മോളാണ്. ആ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായം, കുട്ടിപ്രായത്തിൽ സഹാബാക്കളുമായി റസൂലുള്ളാഹി ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചിരിച്ചുകൊണ്ട് ഓടി വരുന്ന മകളെ ചൂണ്ടി മുത്തുനബി പറയുന്ന വാചകം, വഹിയ ഉമ്മു അബീഹാ, അവളുടെ വാപ്പാന്റെ ഉമ്മയാണ്. സ്നേഹത്തോടെ റസൂലുള്ള മകളോട് പറയുന്ന വാചകമാണ്, മകളെ വിശേഷിപ്പിക്കുന്ന വാചകമാണ്, വഹിയ ഉമ്മു അബീഹ, അവളുടെ വാപ്പാന്റെ ഉമ്മയാണ്. ഉമ്മ എന്ന് റസൂലുള്ള വിളിക്കുന്നത് മകളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ മാറിലേക്ക് ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ഫാത്തിമ ബിദ്അത്തു കബ്ദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കട്ടമാണ്. ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം സ്നേഹിച്ച അള്ളാഹുവിൻ്റെ റസൂല് നെഞ്ചേറ്റിയ ഫാത്തിമ വിളിച്ച റസൂല് പറഞ്ഞ വാചകമുണ്ടല്ലോ, യാ ഫാത്തിമ ബിന്ത് മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകളായ ഫാത്തിമ, സെലിനി മിൻ മാലിൻ മാ ശിഅ്തി, ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചോ മോളെ, ഉപ്പക്ക് തരാൻ കഴിഞ്ഞെന്ന് വരും. നിനക്ക് എത്ര പണമാണ് വേണ്ടത്, ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് എന്താണ് വേണ്ടത് ചോദിച്ചോ, ഒരു പക്ഷേ ഉപ്പക്കത് തരാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോർട്ടിൽ ഹാജരാക്കിയിട്ട് പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന പരലോകത്ത് വന്നിട്ട്, ഞാൻ മുഹമ്മദിൻ്റെ മകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ വാദിച്ചൊന്നും നേടാൻ നിനക്ക് കഴിയില്ല. ആ പരിഗണന കൊണ്ടൊന്നും നേടാൻ നിനക്ക് സാധ്യമല്ല. നേരെ മറിച്ച് ആഖിറത്തിലേക്ക് വേണ്ടത് നീ അധ്വാനിച്ചുണ്ടാക്കണമെന്ന് സ്വന്തം മകളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.
അത് ഖുർആൻ നമുക്ക് നൽകുന്ന പാഠമാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പത്ത് ഉപകരിക്കാത്ത ദിനമാണ്, സന്താനം ഉപകരിക്കാത്ത ദിനമാണ് നാളെ ഖിയാമത്ത് നാള്. ആരാണ് അവിടെ രക്ഷപ്പെടുക? ഖുർആൻ പറഞ്ഞു, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലാമത്തുള്ള ഖൽബ്, സ്വഹീഹായ ഖൽബ്, നല്ല ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവനല്ലാതെ രക്ഷയില്ലാത്ത ദിവസമാണ്. സലാമത്തുള്ള ഖൽബ് വേണമെന്നാണ് ഖുർആൻ പറഞ്ഞത്, സ്വഹീഹായ ഖൽബ് വേണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. സഹോദരങ്ങളെ, അവിടെയാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, മസ്ജിദുകൾ പ്രസക്തമാകുന്നത്. ആ മസ്ജിദുകൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നത്. കാരണം അതിന് പറഞ്ഞ പേര് ബൈത്തുള്ള എന്നാണ്, അള്ളാഹുവിൻ്റെ ഭവനമെന്നാണ്. അള്ളാഹുവിൻ്റെ ഭവനമെന്ന് വിളിക്കപ്പെട്ട ഭവനങ്ങളാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകളെങ്കിൽ ആ മസ്ജിദുകളായി നമ്മുടെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൽബ് സലാമത്തുള്ള കൽബാകണം, രക്ഷപ്പെടുന്ന കൽബാകണം. ആ കൽബിൻ്റെ പരിവർത്തനമാണ് ഇസ്ലാം ലോക സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ആളുകൾ ബൽസിച്ചപ്പോഴും, ആളുകൾ തെറി പറഞ്ഞപ്പോഴും, ആളുകൾ ആക്രമിച്ചപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചത് വയുസക്കീഹിം, മനുഷ്യരെ സംസ്കരിക്കാനാണ്, അവരുടെ മനസ്സുകളെ സംസ്കരിക്കാനാണ്, അവരുടെ കൽബുകളെ സംസ്കരിക്കാനാണ്, അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനാണ്. അതാ റസൂല് പറഞ്ഞത്, അലാ അറിയണേ, ഇന്ന ഫിൽ ജസദി മുദ്അ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് ദുഷിച്ചു പോയാൽ ശരീരം മുഴുവൻ ദുഷിച്ചു പോയി. അലാ വഹിയൽ ഖൽബ്, അറിയണം അത് ഖൽബാണ്, ഹൃദയമാണ്. എൻ്റെ കൈയും എൻ്റെ കാലും എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ ബാഹ്യാവയവങ്ങൾ മുഴുവനും ആ ഖൽബിൻ്റെ ഉദ്യോഗസ്ഥരാണ്. ഖൽബ് പറയുന്നതനുസരിച്ച് പണിയെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധി വേണ്ടത്, സംസ്കരണം വേണ്ടത്, സലാമത്ത് വേണ്ടത് ഖൽബിനാണ്. അതുകൊണ്ടാണ് മുത്തുനബി പോലും അള്ളാഹുവിനോട് ചോദിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ, സലാമത്തുള്ള ഖൽബ് എനിക്ക് തരണേ അല്ലാ, ശുദ്ധിയുള്ള ഖൽബ് തരണേ അല്ലാ, വൃത്തിയുള്ള ഖൽബ് തരണേ അല്ലാ, രക്ഷപ്പെടുന്ന ഖൽബ് തരണേ അല്ലാ. ആ രക്ഷപ്പെടുന്ന ഖൽബ് എങ്ങനെയാ രൂപപ്പെടുക? ആ രക്ഷപ്പെടുന്ന ഖൽബ് എങ്ങനെയാ ഉണ്ടാവുക? ഫൽ ഖൽബു യബീതു റബ്ബി ജല്ല ജലാലുഹു ഹുബ്ബൻ വ ഇഖ്ലാസം മഅൽ ഇഹ്സാനി. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു സഹോദരൻ, നമ്മുടെ ഒരു അതിഥി പറഞ്ഞു, ഈ മുജാഹിദുകളുടെ ആദർശവും സലഫ് അതൊന്നും ഞങ്ങൾ സ്വീകരിക്കാൻ പറ്റൂല, ഞങ്ങൾ പണ്ടേ സുന്നികളാണ്. മുജാഹിദുകൾ പണ്ടേ സുന്നികളാണ്. നമ്മളത് മനസ്സിലാക്കണം. എന്താണിത്? എന്താണ് ഈ ആദർശം എന്ന് പറഞ്ഞാൽ സലാമത്തുള്ള ഖൽബിനെ രൂപീകരിക്കുക എന്നുള്ളതാണ്. അതിന് വേറെ ഒരു ഗ്രൂപ്പും പറയണ്ട, ഒരു സംഘടനയും പറയണ്ട, ഒരു കക്ഷിത്വവും പറയണ്ട, അതിനുവേണ്ടി ഏതെങ്കിലും ഒരു മെമ്പർഷിപ്പ് നിങ്ങൾ കീറിയെടുക്കണ്ട. നേരെ മറിച്ച് നമ്മുടെ ഖൽബിലേക്ക് നമ്മളൊന്ന് നോക്കുക, എന്നിട്ട് ആ ഖൽബിനെ ഒന്ന് വെടിപ്പാക്കാൻ തീരുമാനിക്കുക. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. ഖുർആൻ പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖൽബിന് റാൻ എന്നൊരവസ്ഥയുണ്ടാകും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ശുദ്ധ ഖുർആനിൽ അവിടെ പാരായണം ചെയ്യുമ്പോൾ പോലും ഒരു പ്രത്യേകമായ നിയമമുണ്ട്. കല്ലാ ബൽ റാന നോദിപ്പോല്ല, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖുർആൻ നോക്കിയാൽ ആ ബല്ല് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു സക്കത്ത എന്ന് എഴുതിയത് കാണാൻ കഴിയും. എന്നുവെച്ചാൽ കല്ലാ ബൽ എന്ന് പറഞ്ഞിട്ടൊന്ന് സൈലന്റ് ആകണം. എന്നിട്ട് റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരുടെ അധ്വാനം കൊണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവരുടെ രാപ്പകലുകളുടെ ഇടപാടുകൾ കൊണ്ട് അവരുടെ ഖൽബ് റാനായി മാറിയിരിക്കുന്നു. അല്ലാഹ് പറയുന്നത്, റാൻ എന്ന് പറഞ്ഞാൽ കറ പിടിച്ചു പോയി, ഇരുണ്ടുപോയി. ആ ഖൽബിൽ ഇപ്പോൾ പ്രകാശമില്ല, വെളിച്ചമില്ല, ഇരുളാണ്, ഇരുണ്ടുപോയി. റാൻ ബാധിച്ചു പോയ ഖൽബുകൾ, ആ ഖൽബുകളെ വെളുപ്പിക്കണം. എങ്ങനെയാ വെളുപ്പിക്കുക? എങ്ങനെയാണ് ആ ഖൽബിനെ വെളുപ്പിക്കുക? മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹിമഹുല്ലാഹ് ഖൽബ് വെളുക്കാനുള്ള ഉപാധിയായി പറഞ്ഞത്, ഇജ്അൽ ഖൽബക മസ്ജിദാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിന്റെ ഹൃദയത്തെ പള്ളിയാക്ക്. ലക്ഷങ്ങൾ മുടക്കിയിട്ട് പള്ളികൾ പണിതല്ലോ, ഓരോരുത്തരും അവന്റെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പള്ളികൾ പണിതല്ലോ. പക്ഷേ ആ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പള്ളികൾക്കപ്പുറത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിയല്ലുകൾ കൊണ്ട് മൂടിത്തന്ന നിന്റെ ശരീരത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഒരിടമുണ്ട്. ആ ഇടത്തെ നീ പള്ളിയാക്ക്, ആ കൽബിനെ നീ പള്ളിയാക്ക്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിന്റെ കൽബാകുന്ന പള്ളിയിൽ അല്ലാഹുവല്ലാത്തൊരുത്തനും ഇടമില്ലാത്ത അവസ്ഥയുണ്ടാക്ക്. പള്ളികൾ റബ്ബിൻ്റെതല്ലേ, അള്ളാഹുവിന് വഖഫ് ചെയ്തതല്ലേ, അള്ളാഹുവിന് കൊടുത്തതല്ലേ? എങ്കിൽ നിന്റെ കൽബിനെ തന്നെ റബ്ബിന് കൊടുക്ക്, അള്ളാഹുവിന് കൊടുക്ക്. അതാണ് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നുനിയയിൽ പറയുന്നത്, ഫൽ ഖൽബു യബീതു റബ്ബി ജല്ല ജലാലുഹു ഹുബ്ബൻ വ ഇഖ്ലാസൻ മഅൽ ഇഹ്സാനി. ഒരു കൽബിന്റെ പ്രത്യേകത, അവിടെ അള്ളാഹു ഉണ്ട്, റബ്ബുണ്ട്, ജല്ല ജലാലായ അള്ളയുണ്ട്. അള്ള വസിക്കുന്ന ഇടമാണത് എന്ന് പറഞ്ഞാൽ അള്ള ദാത്തിയായി വന്നിട്ട് നമ്മുടെ കൽബിൽ കയറിയിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് ഹുബ്ബൻ വ ഇഖ്ലാസൻ മഅൽ ഇഹ്സാനി, അള്ളാഹുവിനോട് അങ്ങേറ്റം സ്നേഹം നിറഞ്ഞ കൽബ്, റബ്ബിനോട് ഹുബ്ബുള്ള കൽബ്, റബ്ബിനെ സ്നേഹിക്കുന്ന കൽബ്, അള്ളാഹുവിനോട് മഹബ്ബത്തുള്ള കൽബ്. ആ കൽബായി നിന്റെ കൽബിനെ മാറ്റാൻ കഴിയണം. അവിടെ ആ കൽബിനെ പള്ളിയാക്കുക എന്ന് ശൈഖ് ജീലാനി പറഞ്ഞത്, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ കൽബിനെ പള്ളിയാക്കടോ, നിന്റെ ഹൃദയത്തെ പള്ളിയാക്ക്. ആ കൽബ് പള്ളിയായി പ്രഖ്യാപിക്കുന്ന നിന്റെ ഹൃദയമാകുന്ന ആ കൽബിനെ പള്ളിയായി പ്രഖ്യാപിച്ച് അള്ളാഹ്ക്ക് കൊടുക്ക്. എങ്ങനെ? അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് നിറഞ്ഞ കൽബ്, റബ്ബിന് കൊടുത്ത കൽബ്. ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ലാഹ് വഹുബ്ബുഹു കുല്ലുഹു ലഹു വഖസ്ദുഹു ലഹു വബദനുഹു ലഹു വഅഅമാലുഹു ലഹു വനൗമുഹു ലഹു വയഖ്ലതുഹു ലഹു. അള്ളാഹുവിനോട് മഹബ്ബത്തുള്ള കൽബെന്ന് പറഞ്ഞാൽ ആ കൽബിന്റെ ഹമ്മ് മുഴുവനും അള്ളാഹുവിന്റെ കാര്യത്തിലുള്ള ഹമ്മാണ്. ഏതെങ്കിലും തരത്തിൽ ബേജാറുണ്ടോ? ആ ബേജാറ് മുഴുവനും അള്ളാഹുവിന്റെ കാര്യത്തിലെ ബേജാറാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കെന്നിൽ നിന്ന് വന്നു പോകുന്നുണ്ടോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നോട്ടം എന്നിൽ നിന്ന് വന്നു പോകുന്നുണ്ടോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവന്റെ തൃപ്തി എന്നെ തൊട്ട് തടയുന്ന ഏതെങ്കിലും കേൾവി എന്നിൽ സംഭവിച്ചു പോകുന്നുണ്ടോ? അനാവശ്യമായ റബ്ബിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ എന്നിൽ വന്നു പോകുന്നുണ്ടോ? അങ്ങനെ അവന്റെ ഹമ്മ് മുഴുവനും അള്ളാഹുവിന്റെ വിഷയത്തിലാണ്. വഹുബ്ബുഹു കുല്ലുഹു ലഹു, അവന്റെ ഇഷ്ടം മുഴുവനും അള്ളാഹുവിനോടാണ്. ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകൾ അല്ലാഹനെ സ്നേഹിക്കുന്നവരാണല്ല ഖുർആൻ പറഞ്ഞത്. നേരെ മറിച്ച് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. റബ്ബിനോട് അങ്ങേറ്റം മഹബ്ബത്തുള്ളവരാണ് മുഅ്മിനീങ്ങൾ. വിശ്വാസികളുടെ പ്രത്യേകത അതാണ്. എന്നാൽ വിശ്വാസമില്ലാത്തവന്റെ വിശേഷണമായി ഖുർആൻ പറഞ്ഞത്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹ് എല്ലാത്തവരെ സ്നേഹിക്കുന്നു എന്നാണ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റു പല ശക്തികളെയും അവർ സ്നേഹിക്കുകയാണ്. എന്നാൽ അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകളായ ആളുകൾ അള്ളാഹുവിനോട് അങ്ങേറ്റം ഹുബ്ബുള്ളവരാണ്. അതുകൊണ്ട് തന്നെ റബ്ബിന് കൊടുത്ത കൽബാണോ നിനക്കുള്ളത് എങ്കിൽ ആ കൽബിന്റെ പ്രത്യേകത വഹുബ്ബുഹു കുല്ലുഹു ലഹു, ആ മനസ്സിന്റെ ഹുബ്ബ് മുഴുവനും റബ്ബിനോടാണ്. വഖസ്ദുഹു ലഹു, ആ കൽബിന്റെ ലക്ഷ്യം അല്ലാഹുവാണ്. ആ കൽബിന്റെ മുഴുവൻ ലക്ഷ്യവും അല്ലാഹുവിനാണ്, അല്ലാഹുവിനോടാണ്, റബ്ബിലേക്കാണ്. വബദനുഹു ലഹു, അവന്റെ ശരീരം റബ്ബിനാണ്. അതാ വുളു എടുത്തുകൊണ്ട് നടക്കണത്. മുഅ്മിൻ ശരീരം വുളു എടുത്തുകൊണ്ട് നടക്കുക, കുളിച്ച് വൃത്തിയായി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിട്ടാ കൊണ്ട് നടക്കുക. ബദൻ കുളിച്ച് വൃത്തിയാവാൻ, വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ എന്ന് മാത്രമല്ല, ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വുളു ചെയ്യാൻ, ആ വുളു തസ്യീൻ ചെയ്യാൻ, തഹ്സീൻ ചെയ്യുകയാണ്. ആ വുളു പുതുക്കുകയാണ്, പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ബദനിന്റെ ശുദ്ധി ഇത് അള്ളാഹുവിന് കൊടുക്കുന്നതാണ്, റബ്ബിന് കൊടുക്കുന്നതാണ്. റബ്ബിന്റെ മുന്നിൽ സുജൂദ് വീഴുന്നതാണ്, അള്ളാഹുവിന്റെ മുന്നിൽ റുകൂഇൽ നിൽക്കുന്ന ശരീരമാണ് എൻ്റെ ശരീരം. എന്ന് മാത്രമല്ല വഅഅമാലുഹു ലഹു, അമലുകൾ അള്ളാഹുവിനാണ്. എത്രത്തോളം വനൗമുഹു ലഹു വയഖ്ലതുഹു ലഹു, അള്ളാഹുവിന് വേണ്ടിയാണ് അവന്റെ ഉറക്കം, അള്ളാഹുവിന് വേണ്ടിയാണ് അവന്റെ ഉണർച്ച. ഉറങ്ങുന്നത് പോലും റബ്ബിന് വേണ്ടിയാക്കുന്നവൻ, ഉറങ്ങുന്നത് പോലും റബ്ബിന് വേണ്ടിയാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പറയുന്നത്. നാളെ റബ്ബിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കാൻ, അള്ളാഹുവിന്റെ മുന്നിൽ പരലോകത്ത് പരിഗണിക്കാൻ, ആദം അലൈഹിസ്സലാം മുതലുള്ള സർവ്വ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൽ പ്രത്യേകമായി റബ്ബിന്റെ കാരുണ്യം ലഭിക്കാൻ, റഹീമായ റബ്ബിന്റെ പ്രത്യേകമായ റഹ്മത്തിന് വിധേയരാകാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ അവനെ പാകപ്പെടുത്തുകയാണ്. അവൻ ഉറങ്ങാൻ നേരത്ത് പോലും, അവന്റെ വിരിപ്പിൽ ചെന്ന് ഇരിക്കുന്ന നേരത്ത് പോലും
അവൻ നേരെ പോയി കിടക്കല്ല, അവിടെയും വുദു എടുക്കാണ്. റസൂല് പറയാണ്, നീ നിന്റെ വിരിപ്പിലേക്ക് പോയാൽ അവിടെ വുദുവോടുകൂടി അല്ലാതെ വിരിപ്പിൽ പോയിരിക്കരുത്. വുദുവോടുകൂടി വേണം ഒരു മുഅ്മിൻ കിടക്കാൻ എന്ന് മാത്രമല്ല, വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കാൻ റസൂല് പറഞ്ഞു. കിടക്കുന്ന നേരത്ത് വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നോ. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹ്രി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ ഒരു ദിവസം ആയിരക്കണക്കിന് വാക്കുകൾ ഉച്ചരിക്കാറുണ്ട്, പലരോടും സംസാരിക്കാറുണ്ട്, രാഷ്ട്രീയം പറയാറുണ്ട്, കഥ പറയാറുണ്ട്, തമാശകൾ പറയാറുണ്ട്. എന്ത് പറഞ്ഞാലും അവസാനം ഒരു മുഅ്മിൻ ഒരു ദിവസം അവസാനമായി പറയേണ്ട വാചകം ഇപ്പറഞ്ഞ വാചകമാണ്, അല്ലാഹുവേ ഞാനിതാ എന്നെ നിനക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ നിന്റെ മുന്നിൽ ഞാൻ സറണ്ടർ ആയിരിക്കുകയാണ്. എൻ്റെ മുഖത്തെ ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുകയാണ്. വഫവ്വൽതു അംരി ഇലൈക്, എൻ്റെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ രഹസ്യവും പരസ്യവും അതുപോലെ എൻ്റെ അടക്കവും മനക്കവും സർവ്വതും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാ, നിന്നിലാണ് എൻ്റെ പ്രതീക്ഷ. നിന്റെ കാരുണ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിന്റെ കാര്യത്തിലാണ് എനിക്ക് പ്രതീക്ഷയും ഭയവും ഉള്ളത്. അല്ലാഹുവേ നീ മാത്രമാണ് എനിക്ക് അവലംബമായിട്ടുള്ളത്. ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത, നീ അവതരിപ്പിച്ച കിതാബിൽ വിശ്വസിച്ചവനാണു ഞാൻ. വബിനബിയിക അല്ലദീ അർസൽത, നീ പറഞ്ഞു വിട്ട നീ നിയോഗിച്ച റസൂലിൽ വിശ്വസിച്ചവനാണു ഞാൻ. ഇത് പറഞ്ഞുറങ്ങുന്ന മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതീക്ഷ എന്താണ്? നാളെ എഴുന്നേൽക്കണമെന്നുള്ളതാണ്. നാളെ എഴുന്നേറ്റ് എനിക്ക് ബിസിനസ്സിന് പോകണം, കട തുറക്കാൻ പോകണം, കച്ചവടത്തിന് പോകണം, കാനോത്തിന് പോകണം. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ഉറങ്ങുന്നവനല്ല. ഒരു മുഅ്മിൻ ഉറങ്ങുന്നത് അവൻ നാളെ എഴുന്നേറ്റ് ജിമ്മിന് പോകാനോ അല്ലെങ്കിൽ കട തുറക്കാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ ആ ലക്ഷ്യത്തോടെ ഉറങ്ങുന്നവനല്ല മുഅ്മിൻ. നേരെ മറിച്ചൊരു മുഅ്മിൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുറങ്ങുമ്പോൾ അവൻ്റെ മനസ്സു നിറയെ നാളെ കിഴക്കിൻ്റെ ചക്രവാളത്തിൽ ഫജ്റുസ്സാദ് കുതിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേൽക്കണം. എന്നിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്ത് റബ്ബുൽ ആലമീനായ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി തൻ്റെ അടിയാറുകളുടെ അതേ ആവശ്യങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്ന നേരത്ത്, തൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആ നേരത്ത് റബ്ബുമായി എനിക്ക് മുനാജാത്ത് നടത്തണമെന്ന ആഗ്രഹത്തോടെ ഉറങ്ങുന്നവൻ, നാളെ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന ആഗ്രഹത്തോടെ ഉറങ്ങുന്നവൻ, അവൻ്റെ ഉറക്കം അല്ലാഹുവിന് വേണ്ടിയുള്ള ഉറക്കമാണ്. അത് എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഉറക്കത്തിൻ്റെ ഗാഢതയിലേക്ക് വീണുപോകുന്ന നേരത്ത് ഇതാ അവൻ എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് റബ്ബിൻ്റെ മുന്നിൽ സുജൂദിൽ വീഴുകയാണ്. റബ്ബുമായി അവൻ മുനാജാത്ത് നടത്തുകയാണ്. ഖുർആൻ അതുകൊണ്ടല്ലേ ചോദിച്ചത്, അമ്മൻ ഹുവ ഖാനിതുൻ അനാ അല്ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. പാതിരാത്രിയിൽ എഴുന്നേറ്റ് അല്ലാഹുവിൻ്റെ മുന്നിൽ ഇതാ കൈകെട്ടി നിന്ന് നിസ്കരിക്കുന്നവനും അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂദിൽ വീഴുന്നവനും, അതെ നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഭയപ്പെടുകയും അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ കൊതിക്കുകയും ചെയ്യുന്ന ആളും, അതെ ഇതൊന്നും അറിയാതെ എങ്ങനെയൊക്കെയോ ജീവിച്ച് ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ച് കുറെ ഉറങ്ങിത്തീർത്ത് കുറെ കഴിച്ചു തീർത്ത് അങ്ങനെ ജീവിക്കുന്നവനും സമമാകുമോ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? നമ്മൾ ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്. എല്ലാവരും അടിച്ചു പൊളിക്കുമ്പോൾ ഞാൻ മാത്രം അല്ലാഹുവിൽ വിശ്വസിച്ച് റബ്ബിലേക്ക് തിരിഞ്ഞാൽ ഞാനൊരു പഴഞ്ചനായി പോകുമോ? മാറ്റി നിർത്തപ്പെട്ടവനായി പോകുമോ? ഒതുക്കപ്പെട്ടവനായി പോകുമോ? ഓരം പറ്റിയായി പോകുമോ? അതൊന്നും ആവശ്യമില്ല. എല്ലാവരുടെയും കൂടെ കുന്നാ നഖൂദു മഅൽ ഖായിലീൻ, ഒരു പൊട്ടനാകാണ് സമൂഹം മുഴുവനെങ്കിൽ ഞാനും ഇതാ പൊട്ടനാവുകയാണ്. സമൂഹം മുഴുവനും ഇതാ ദുരന്തത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും ദുരന്തത്തിലേക്ക് പോവുകയാണ്. അത് വിവരമില്ലാത്തവൻ്റെ ഏർപ്പാടാണ്, അള്ളാനെ അറിയാത്തവൻ്റെ ഏർപ്പാടാണ്, ആഖിറം അറിയാത്തവൻ്റെ ഏർപ്പാടാണ്. അതാ ഖുർആൻ ചോദിക്കുന്നത്, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യരെ ചൂണ്ടി അല്ലാഹ് ചോദിക്കുന്നത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു
ഉലുൽ അൽബാബ്, വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? അള്ളാനെ അറിഞ്ഞവനും അറിയാത്തവനും സമമാകുമോ? തീർച്ചയായും തല അള്ള തന്നതാണ്, ബുദ്ധി അള്ള തന്നതാണ്, വിവേകം അള്ള തന്നതാണ്, ചിന്തിക്കാനുള്ള കഴിവല്ല തന്നതാണ്. ആ ചിന്തിക്കുന്ന ആളുകൾ, അവർക്ക് മാത്രം തലയിൽ ലുബുള്ള കാമ്പുള്ള ആളുകൾ, അവർ മാത്രമാണ് ചിന്തിക്കുന്നത്, അവർ മാത്രമാണ് അറിഞ്ഞു പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പള്ളികൾ ഉദ്ഘാടനം ചെയ്തത് കൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് ആ പള്ളികൾ തരുന്ന സന്ദേശമുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഭവനമാണെങ്കിൽ, പരിശുദ്ധിയുടെ ഇടമാണെങ്കിൽ, ആ പരിശുദ്ധിയുടെ ഇടമായി മാറേണ്ടത് നമ്മുടെ കൽബാണ്, നമ്മുടെ ഹൃദയമാണ്. ആ വിളികൾ മുഴുവനും അല്ലാഹു അക്ബർ എന്ന വിളിയുണ്ടല്ലോ, ആ വിളികൾ മുഴുവനും എൻ്റെ കൽബിൽ മുഴങ്ങേണ്ട വിളിയാണ്. എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് രാഷ്ട്രീയത്തിലായിരുന്നാലും, ഏത് ഇടപാടുകളിലായിരുന്നാലും അല്ലാഹു അക്ബർ, അള്ളയാണ് വലിയവനെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അള്ളയാണ് ഏറ്റവും ഉന്നതനെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാ നിലപാടുകൾക്കും മീതെ റബ്ബാണ്, അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ നിലപാടാണ് വേണ്ടത് എന്ന് ചിന്തിക്കാൻ കഴിയുന്നോ? എങ്കിലേ പള്ളി കൊണ്ട് ഉപകാരമുള്ളൂ, എങ്കിലേ ബാങ്ക് കൊണ്ട് ഉപകാരമുള്ളൂ, എങ്കിലേ നമ്മുടെ നിയ്യത്ത് കൊണ്ട് ഉപകാരമുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മൾ മുസ്ലിമാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉപകാരമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ബാങ്ക് കളവിൻ്റെ ബാങ്കാകും, നമ്മുടെ അത്തഹിയാത്ത് കളവിൻ്റെ അത്തഹിയാത്താകും, നമ്മുടെ വജ്ജഹത്തു കളവിൻ്റെ വജ്ജഹത്തുമാകും. ഇത് ഞാൻ എൻ്റെ വകക്ക് പറയല്ല, നേരെ മറിച്ച് ശൈഖ് ജീലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുർ റബ്ബാനിയിൽ അദ്ദേഹം തൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇതാ ദീൻ കേൾക്കാതിരിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ ദർസ് നടത്തി കൊടുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ മുന്നിലുള്ള ശിഷ്യഗണങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്ന വാചകമാണ്, ഖദിഹ്താല അലൈക ശൈത്വാൻ വസയ്യന ലക്കൽ കദിബ വൽ അഅമാലൽ ഖബീഹ. ശൈത്താൻ നിന്നെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ വിചാരിക്കും നീ വലിയ ബുദ്ധിശാലിയാണ് എന്ന്, നീ വിചാരിക്കും താൻ വലിയ പോന്നവനാണ് എന്ന്, നീ വിചാരിക്കും നീ വലിയ ഏമാനാണെന്ന്. പക്ഷേ ശൈത്വാന്റെ അടിമയായി നീ കറങ്ങുകയാണ്, പിശാച് നിന്നെ വട്ടം കറക്കുകയാണ്. വസയ്യന ലക്കൽ കദിബ വൽ അഅമാലൽ ഖബീഹ. കളവുകൾ ശൈത്താൻ നിനക്ക് അലങ്കാരമാക്കി കാണിച്ചു തരികയാണ്. മോശമായ പ്രവർത്തനങ്ങൾ, നീച പ്രവർത്തനങ്ങൾ മുഴുവനും ശൈത്താൻ നിനക്ക് ഭംഗിയാക്കി കാണിച്ചു തരികയാണ്. എന്ന് മാത്രമല്ല, നീ ഒരു പെരുങ്കള്ളനായി മാറുകയാണ്. ഒരു പക്ഷേ നീ മുസ്ലിമായിരിക്കാം, അല്ലാഹു അക്ബർ പറയുന്നവനായിരിക്കാം, അൽഹംദുലില്ലാ ചെല്ലുന്നവനായിരിക്കാം, വജ്ജഹത്ത് ഓതുന്നവനായിരിക്കാം. പക്ഷേ തക്ദിബു, നീ നുണ പറയുകയാണ്, നുണ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹത്താ ഫീ സ്വലാത്തിക, എപ്പോ നീ നിസ്കരിക്കുമ്പോൾ പോലും നുണ പറയാണ്. ഒരാൾ കച്ചവടം നടത്തുമ്പോൾ നുണ പറയുന്നു തൻ്റെ ചരക്ക് ചെലവഴിക്കാൻ, നമുക്കത് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഇതാ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കോടതിയുടെ മുന്നിൽ നുണ പറയുന്നു, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതോ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ മുന്നിൽ വുദൂഓടുകൂടി വന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക്, നിന്റെ നിസ്കാരത്തിൽ വരെ നീ കളവ് പറയുകയാണ്. എന്താ നീ പറയുന്ന കളവ്? ലി അന്നക തഖൂലു അല്ലാഹു അക്ബർ. ആദ്യമായി വന്ന് ഖിബലയിലേക്ക് തിരിഞ്ഞ് രണ്ട് കൈയുമുയർത്തി ആദ്യം പറഞ്ഞ വാചകം ഏതാണ്? അല്ലാഹു അക്ബർ എന്ന വാചകമല്ലേ? ഓടി വന്ന് കൈകെട്ടുമ്പോൾ പറഞ്ഞ വാചകം അല്ലാഹു അക്ബർ എന്ന വാചകമല്ലേ? നീ അത് പറഞ്ഞാൽ അത് പെരും നുണയല്ലേ, പെരും കളവല്ലേ? എന്നിട്ട് ശൈഖ് ജീലാനി തന്നെ വിശദീകരിക്കുന്നു, വതക്ദിബു ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറാ. നീ നിന്റെ കൽബിലേക്കൊന്ന് നോക്ക്, അവിടെ 1000 ഇലാഹുകളെ നീ കുടിയിരുത്തിയിരിക്കുകയാണ്. നിന്റെ കൽബ് നിറയെ 1000 കള്ളദൈവങ്ങളാണ്. എന്നിട്ട് നീ വന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ വലിയവനാണെന്ന് പറയുന്നു. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ ഏതെങ്കിലും ഒരു രംഗത്ത് അല്ലാഹു വലിയവനാണെന്ന് നിനക്ക് തോന്നുന്നില്ല. നിന്റെ മകളുടെ വിവാഹം നടക്കുന്ന നാളിൽ നിന്റെ വീട്ടിൽ നോക്കുമ്പോൾ അല്ലാഹു വലിയവനാണെന്ന് തോന്നുന്നില്ല. നീ ബിസിനസ് നടത്തുമ്പോ, കരിഞ്ഞത് നടത്തുമ്പോ, കള്ളക്കച്ചവടം നടത്തുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിയുന്നതായി കാണുന്നില്ല. അപ്പോൾ മറ്റു മേഖലകളിലൊന്നും അല്ലാഹു അക്ബറായി മനസ്സിലാക്കുന്നില്ല. അവിടെയെല്ലാം നിന്റെ ഇഷ്ടങ്ങളാണ്, നീയാണ് വലിയവനെന്ന രൂപത്തിലാണ്, ഞാൻ പോന്നവനാണെന്ന വിചാരമാണ്. എന്നാൽ അതേ സമയം നീ പള്ളിയിൽ വന്നിട്ട് ഖിബലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അത് നുണയല്ല മോനെ. കാരണം നിന്റെ കൽബിൽ 1000 കള്ളദൈവങ്ങളില്ലേ? എന്നിട്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ്, കുല്ലു മാ തഅ്തമിദു അലൈഹി ഫഹുവ ഇലാഹുക. അല്ലാഹുവിന് പുറമെ ഏതെങ്കിലും ശക്തിയെ നീ അവലംബിക്കുന്നുവെങ്കിൽ, ഇഅ്തിമാദ് ചെയ്യുന്നുവെങ്കിൽ അത് നിന്റെ ഇലാഹാണ്. കുല്ലു ശൈഇൻ തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക. അല്ലാഹുവിന് പുറമെ ഏതെങ്കിലും ശക്തിയെ നീ പേടിക്കുന്നുണ്ടോ, ഭയപ്പെടുന്നുണ്ടോ, അല്ലാഹയല്ലാത്ത ഏതെങ്കിലും ശക്തിയിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ, ഫഹുവ ഇലാഹുക, അത് നിന്റെ ഇലാഹു തന്നെയാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ട്
അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കേണ്ട നീ, അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ വിധേയനായി തലകുനിച്ച് ജീവിക്കേണ്ട നീ, അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ശക്തികളെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് അവലംബിച്ച് അതനുസരിച്ച് നീങ്ങുന്നുവെങ്കിൽ, ആ നിലക്കുള്ള ഭയം നിന്റെ കൽബിൽ ഉദിക്കുന്നുവെങ്കിൽ, ആ നിലക്കുള്ള പ്രതീക്ഷ നിന്റെ കൽബിൽ വരുന്നുവെങ്കിൽ, ഫഹുവ ഇലാഹുക, അത് മുഴുവനും നിന്റെ ഇലാഹാണ്. എന്നിട്ട് നീ പറയുന്നു അല്ലാഹു അക്ബർ എന്ന്, എന്നിട്ട് നീ വിളിച്ചു പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്, എന്നിട്ട് നീ വിളിച്ചു പറയുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്, എന്നിട്ട് നീ വിളിച്ചു പറയുന്നു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന്. ഈ വൈരുദ്ധ്യം കണ്ടിട്ടാണ് ശൈഖ് ജീലാനി ചോദിക്കുന്നത്, ഖൽബുക ലാ യുവാഫിഖു ലിസാനക, നിന്റെ നാവും അതുപോലെ നിന്റെ കൽബും ഒരുപോലെ അല്ലല്ലോ. നാവ് കൊണ്ട് പറയുന്ന അല്ലാഹു അക്ബർ കൽബിൽ കാണാനില്ലല്ലോ, നാവ് കൊണ്ട് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ നിന്റെ കൽബിലേക്ക് നോക്കുമ്പോൾ കാണുന്നില്ലല്ലോ. ഫിഅലുക ലാ യുവാഫിഖു ഖൗലക, നിന്റെ വാക്കും നിന്റെ അമലും തമ്മിൽ നോക്കുമ്പോൾ ഒരു ബന്ധവുമില്ലല്ലോ. നീ പറയുന്ന അല്ലാഹു അക്ബർ ഒന്നും നിന്റെ പ്രവർത്തനങ്ങളിൽ കാണുന്നില്ലല്ലോ. നീ പറയുന്ന അല്ലാഹുവിനെ നിന്റെ ജീവിതത്തിൽ പ്രകടമാകുന്നില്ലല്ലോ. നീ പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹയെ നിന്റെ പെരുമാറ്റത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഖുൽ അല്ലാഹു അക്ബർ, നീ അല്ലാഹു അക്ബർ എന്ന് പറയണേ. അൽഫ മറ, 1000 വട്ടം പറയണേ. 1000 വട്ടം നീ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത് കയ്യിൽ തസ്ബീഹ് പിടിച്ച് എണ്ണം തിട്ടപ്പെടുത്തിക്കൊണ്ടല്ല, നേരെ മറിച്ച് ബിഖൽബിക, നിന്റെ കൽബ് കൊണ്ട് പറ അല്ലാഹു അക്ബർ എന്ന്, ഹൃദയം കൊണ്ട് പറ അല്ലാഹു അക്ബർ എന്ന് 1000 വട്ടം. വമറതം ബിലിസാനിക, നാവ് കൊണ്ട് ഒരു വട്ടം മതി. നാവ് കൊണ്ട് ഒരു വട്ടം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അതിനു മുമ്പ് 1000 വട്ടം ഖൽബ് കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയൂ എന്ന് ശൈഖ് ജീലാനി പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്റെയും നിങ്ങളുടെയും മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പ്രഖ്യാപിച്ച മുസ്ലിമായ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ ലജ്ജയില്ലടോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ നിനക്ക് നാണം വരുന്നില്ലേ? മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ പറയുമ്പോൾ നിനക്ക് നാണം വരുന്നില്ലേ, ലജ്ജയുണ്ടാകുന്നില്ലേ? കാരണം വലക അൽഫു മഅബൂദിൻ ഗൈറാ, അല്ലാഹുവിന് പുറമെ 1000കണക്കിന് ദൈവങ്ങൾ നിനക്കുണ്ട്. അതുകൊണ്ട് തുബ് ഇലല്ലാഹി അസ്സ വജല്ല മിൻ ജമീഇ മാ അൻത ഫീ, ഇതുവരെ നീ എന്തായിരുന്നോ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിക്കോ റബ്ബിലേക്ക്. ഇതൊരവസരമാണ്. അള്ളാഹുവിന്റെ ഒരു ഭവനം ഈ നാട്ടിൽ വന്ന ഈ സമയത്ത് ഇതുവരെ ഞാൻ എന്തായിരുന്നോ അതിൽ നിന്ന് ഞാൻ തൗബ ചെയ്യുകയാണ് റബ്ബിനോട്. എൻ്റെ കൽബിന് റബ്ബിന് നൽകാൻ, എൻ്റെ ഹൃദയത്തെ റബ്ബിന് നൽകാൻ, എൻ്റെ മനസ്സിൽ ഹുബ്ബ് നിറക്കാൻ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിറക്കാൻ ഞാൻ ഒരുങ്ങുകയാണ് എന്ന് ചിന്തിച്ചിട്ട് കാഫിയായി അല്ല മതി, ഷാഫിയായി അല്ല മതി, എൻ്റെ ജീവിതത്തിൽ സർവ്വ പ്രതീക്ഷകൾക്കും അവലംബമായി അല്ല മതി എന്ന ചിന്തയിലേക്ക് കടന്നു വരൂ. ആ ഒരു അവസ്ഥയിലേക്ക് മാറൂ. ഒരു പള്ളിയായി നിന്റെ കൽബിനെ രൂപപ്പെടുത്തൂ എന്ന് വളരെ കൃത്യമായി ഇസ്ലാമിക ലോകം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നുവെങ്കിൽ ആ അള്ളാഹുവിലേക്ക് തിരിയാൻ നമുക്ക് കഴിയണം. എന്നിട്ട് ആ റബ്ബിനോട് പറയാൻ നമുക്ക് കഴിയണം, യാ അല്ലാഹു യാ റഹ്മാൻ യാ ഹന്നാനു യാ മന്നാൻ യാ മുസബ്ബഹൻ ബികുല്ലി ലിസാൻ. ഹന്നാനായ അല്ലാഹ്, മന്നാനായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്, ലോകത്തുള്ള സർവ്വനാവുകൾ കൊണ്ടും തസ്ബീഹ് ചെയ്യപ്പെടുന്നവനായ അല്ലാഹ്, മനുഷ്യർ മാത്രമല്ല പക്ഷിമൃഗാദികൾ പോലും തസ്ബീഹ് ചെയ്യുന്നവനായ അല്ലാഹ്. യാ കാഫി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമൽ അഹ്സാൻ, ലോകത്തിന്റെ നേതാവായി കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് തന്റെ ജീവിതത്തിലെ സർവ്വ പ്രതിസന്ധികളിലും അവലംബമായി സ്വീകരിച്ചു നിന്നെ. അല്ലാഹുവേ, നീ അല്ലാത്തൊരു ശക്തിയെ സ്വീകരിച്ചില്ല റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഹുസ്നുണ്ടായി, പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി. ആ ഘട്ടങ്ങളിലെല്ലാം റസൂലുള്ളാഹിന്റെ ഖൽബ് നിന്നിലേക്കാ വന്നത്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അലം യജിദക യതീമൻ ഫആവാ വവജദക ളഅല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. മുഹമ്മദ് നബിയെ, നിങ്ങൾ യതീമായിരുന്നില്ലയോ? വഴിയറിയാതെ ഉഴറിയൊരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയില്ലയോ? മാത്രമല്ല താങ്കളൊരു ദരിദ്രനായിരുന്നില്ലയോ? അവിടെയെല്ലാം നിങ്ങൾക്ക് അഭയം തന്നത്, നിങ്ങൾക്ക് സംരക്ഷണം തീർത്തത് അല്ലയല്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചെങ്കിൽ ആ മുഹമ്മദ് നബിയുടെ സർവ്വ ഹുസ്നുകളിലും സർവ്വ നൊമ്പരങ്ങളിലും സർവ്വ പ്രതിസന്ധികളിലും ആ റസൂലുള്ളാഹ് അവലംബിച്ചവനായ അല്ലാഹ്. വയാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്നീറാൻ, കിലോമീറ്ററുകളോളം നഗ്നപാതനായി നടന്ന അല്ലാഹുവിന് വേണ്ടി വാദിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ മാർഗത്തിൽ ഒരു തരത്തിലും ഇതാ അളവ് വ്യത്യാസം വരുത്താതെ, അണുവിട വ്യത്യാസപ്പെടാതെ
തൻ്റെ ഉപ്പയുടെ മുന്നിൽ, തൻ്റെ ഉമ്മയുടെ മുന്നിൽ, തൻ്റെ സഹോദരങ്ങളുടെ മുന്നിൽ, തൻ്റെ നാട്ടുകാരുടെ മുന്നിൽ, നാട്ടുപ്രമാണിമാരുടെ മുന്നിൽ, രാജാവിൻ്റെ മുന്നിൽ, നമ്രൂദിൻ്റെ മുന്നിൽ എല്ലായിടത്തും പോയി തൗഹീദ് പറഞ്ഞപ്പോൾ, ഇതാ അള്ളാഹുവിന് വേണ്ടി വാദിച്ചപ്പോൾ ആ ജനത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് സമ്മാനിച്ചത് ആകാശം മുട്ടയാളിക്കത്തുന്ന തീക്കുണ്ടാരമായിരുന്നെങ്കിൽ ആ തീക്കുണ്ടാരത്തിൻ്റെ മുന്നിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കൈകാലുകൾ ബന്ധിച്ച് കൊണ്ടുവന്ന് നിർത്തിയ നേരത്ത് നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചത്രേ, അലക ഹാജ യാ ഇബ്രാഹിം, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, സഹായം വേണോ ഇബ്രാഹിമേ? നിങ്ങളൊന്ന് ആവശ്യപ്പെട്ടാൽ 600-ലധികം ചിറകുകളുള്ള എനിക്ക് എൻ്റെ ചിറകിലൊന്ന് ഉപയോഗിച്ചാൽ താങ്കളെ തീയിലെറിയാൻ കൊണ്ടുവന്ന ഈ ജനതയെ എടുത്തെറിയാൻ കഴിയുന്ന പവറുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അലക ഹാജ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ പോലും ആ ജിബ്രീലിന്റെ മുഖത്തേക്ക് നോക്കി നിന്നിലേക്കല്ല ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ ആഖിറു ഖൗല്, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസാന വാക്ക് ഏത് ഘട്ടത്തിൽ? ഹീന ഉൽഖിയ ഫിന്നാർ, തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ നേരത്ത് അദ്ദേഹം പറഞ്ഞ അവസാന വാക്ക് ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്ന വാക്കാണ് എങ്കിൽ അതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ മതിയായവനായി സ്വീകരിച്ചു, അള്ളാഹുവിനെ അവലംബിച്ചുവെങ്കിൽ ആ ഇബ്രാഹിം നബിക്ക് മതിയായ അള്ളാഹു എനിക്കും മതി എന്ന് പറയാൻ കഴിയണം. അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വ ഔലിയാക്കളും സർവ്വ അമ്പിയാക്കളും പറഞ്ഞ വാചകം, നേരത്തെ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അടക്കം പറഞ്ഞ വാചകം, യാ കാഫി മിൻ കുല്ലി ശൈഇൻ വലാ യക്ഫി മിൻഹു ശൈ, അള്ളാഹുവേ എൻ്റെ എല്ലാ കാര്യത്തിലും നീ മതിയായവനാണ്, കാഫിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവേ ഈ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നീ മതിയായവനായ അവസ്ഥയിൽ, നിന്നെ മാത്രം അവലംബിക്കുന്ന അവസ്ഥയിൽ എന്നെ ആക്കേണമേ. നിന്റെ ഇസ്മങ്ങ് പറഞ്ഞാൽ, ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നിനെയും ഭയപ്പെടാത്ത രൂപത്തിൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. മുഹമ്മദ് നബി പറയാണ്, തേളിന്റെ കുത്തും കൊണ്ടുവന്നൊരു സ്വഹാബി, ആ സ്വഹാബി വേദന കൊണ്ട് തൻ്റെ വില റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, മോനെ എല്ലാ ദിവസവും രാവിലെ 3 തവണ നീ പറയണ്ടേ, എല്ലാ ദിവസവും വൈകുന്നേരവും 3 തവണ നീ പറയണ്ടേ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ നാമത്തിൽ, റബ്ബിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ ഇസ്മ, ആ ഇസ്മ കൊണ്ട്, അത് ചെറിയ ഇസ്മല്ല, അതേ റബ്ബിന്റെ ഏറ്റവും അഅ്ളമായ അല്ലാഹു എന്ന ഇസ്മ ഖുർആൻ ചോദിച്ചതുപോലെ ഹൽ തഅലമു ലഹു സമീയ, അബൂജഹലിനോട് അല്ലാഹു ചോദിച്ച ചോദ്യമാണ്. ഉത്ബത്തിനോടും ശൈബത്തിനോടും മക്കയിലെ മുശ്രിക്കുകളോടും അല്ലാഹു ചോദിച്ച ചോദ്യമാണ്, ഹൽ തഅലമു ലഹു സമീയ. ഇബ്രാഹിമിനെ നീ ആരാധിക്കുന്നുണ്ട്, ലാത്തയോട് നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇസ്മായിലിന് നീ നേർച്ച നേരുന്നുണ്ട്, അതേ ഈസാ നബിയോട് നീ പ്രാർത്ഥിക്കുന്നുണ്ട്, മറിയം ബീവിക്ക് നീ നേർച്ച നേരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളെ നീ നിരത്തി വെച്ചല്ലോ. പക്ഷേ ഹൽ തഅലമു ലഹു സമീയ, അല്ലാഹുവിന് പേരൊത്ത ഒരുത്തനുണ്ടോ ആ കൂട്ടത്തില്? റബ്ബ് ചോദിക്കുകയാണ്. കാരണം അവൻ ലാത്തെ ആരാധിച്ചു, പക്ഷേ ലാത്തെ അവരല്ലാന്ന് വിളിച്ചില്ല. ഉസ്സ അവരെ ആരാധിച്ചു, ഉസ്സ അവരല്ലാന്ന് വിളിച്ചില്ല. ഇബ്രാഹിം നബി അവരെ ആരാധിച്ചു, ഇബ്രാഹിം നബി അവരെ അല്ലാഹ് എന്ന് വിളിച്ചില്ല. ഖുർആൻ പറഞ്ഞതുപോലെ അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, അവർ കണ്ട സർവ്വ കല്ലുകളെയും എടുത്തു വെച്ചവർ പ്രാർത്ഥിച്ചു അതിനോട്. പക്ഷേ അവയൊന്നും അവർ അല്ലാഹു എന്ന് വിളിച്ചില്ല. അല്ലാഹു എന്നവർ വിളിച്ചത് റബ്ബുൽ ആലമീനായ ആകാശ ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ മാത്രമാണ് അവർ അല്ലാഹു എന്ന് വിളിച്ചതെങ്കിൽ ആ അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മ, ആ ഇസ്മ പറഞ്ഞാൽ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ ഇസ്മങ്ങ് പറഞ്ഞാൽ ലാ യദുറുഹു, പിന്നെ അവനെ ഉപദ്രവിക്കാനൊന്നുമില്ല തന്നെ. മഅസ്മിഹി ശൈഉൻ, മഅസ്മിഹി ശൈഉൻ ലാ യദുറു മഅസ്മിഹി ശൈഉൻ, ആ ഇസ്മങ്ങ് പറഞ്ഞാൽ പിന്നെ ലോകത്ത് അവനെ ഉപദ്രവിക്കാൻ കപ്പാസിറ്റി ഉള്ള, കഴിവുള്ള ഒന്നും തന്നെയില്ല. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് പൂർണ്ണമായ നിർഭയത്വം നേടാൻ നമുക്ക് കഴിയണം. അതാണ് ശൈഖ് ജീലാനി റബ്ബിനോട് പറയുന്നത്, അല്ലാഹ് നീ എനിക്ക് മതിയാകണം,
ഏത് രൂപത്തിൽ? ഹത്താ ലാ അഖാഫു വലാ അഖ്ശാ മഅ ഇസ്മിക്കൽ അദീമ ശൈഅ, നിന്റെ ഉന്നതമായ ഇസ്മിനോടൊപ്പം വേറെ ഒന്നിനെയും ഭയപ്പെടാത്ത രൂപത്തിൽ നിന്നെ മതിയാക്കാൻ, നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയണമെന്ന തൗഹീദിന്റെ അചഞ്ചലമായ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അങ്ങേറ്റം മഹബത്തുള്ള കൽബ്, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കൽബ്, അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബ്. നേരത്തെ പറഞ്ഞതുപോലെ ഫൽ ഖൽബു, കൽബെന്ന് പറഞ്ഞാൽ യബീതുർ റബ്ബ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇടമുള്ള കൽബ്, ജല്ല ജലാലുഹു, ജല്ല ജലാലായ റബ്ബിനിടമുള്ള കൽബ്. എങ്ങനെ? ഹുബ്ബൻ വ ഇഹ്സാനാ, അങ്ങേറ്റത്തെ ഹുബ്ബോടെ, അങ്ങേറ്റത്തെ നന്മയോടെ, അങ്ങേറ്റത്തെ ഇഖ്ലാസോടെ അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നൊരു കൽബുണ്ടായി കഴിഞ്ഞാൽ, അള്ളാഹുവേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ, റബ്ബേ എനിക്ക് നിന്നെ അങ്ങേറ്റം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ മജ്നൂൻ ലൈലയെ പ്രേമിച്ചതിനെ പുറത്ത് എൻ്റെ ഇഷ്ടം അള്ളാഹുവേ നിന്നോടാണെന്ന് പറഞ്ഞാൽ, ആ വ്യക്തിയെ ആടിമയെ അല്ലാഹു വിളിക്കുകയാണ്. നിനക്ക് റബ്ബിനോട് സ്നേഹമോ അള്ളാഹുവിനോട് മഹബത്തോ എങ്കിൽ അതൊന്ന് തെളിയിച്ചേ പറ്റൂ, അത് തെളിയിച്ചേ പറ്റൂ. വെറുതെ തൊള്ള കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, തൊള്ള കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിനോട് നിനക്ക് മഹബത്തുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ അത് തെളിയിച്ചേ പറ്റൂ. അതെങ്ങനെയാ തെളിയിക്കേണ്ടത് റബ്ബേ എന്ന ചോദ്യത്തിന് അള്ളാഹു മറുപടി പറയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു നിയോഗിക്കുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു നിർത്തുകയാണ് നമ്മുടെ മുന്നിൽ. നമുക്ക് സാക്ഷിയായി മുഹമ്മദുർ റസൂലുള്ളാഹിയെ കൊണ്ടുവരികയാണ്. ഞാൻ അള്ളാഹുവിനോട് ഹുബ്ബുള്ളവനാണെന്ന് തൊള്ളകീറി പ്രസംഗിച്ചിട്ട് കാര്യമില്ല, നമ്മളത് കേട്ടുപോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു വെക്കുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് മഹബത്തുള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അത് വെറുതെ പ്രഖ്യാപനം കൊണ്ട് അവസാനിപ്പിക്കാതെ ഫത്തബിഊനി, പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇത്തിബാ ചെയ്യൂ, മുഹമ്മദ് നബിയെ ഫോളോ ചെയ്യൂ, മുഹമ്മദ് നബി അനുധാവനം ചെയ്യൂ. അങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതെങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുന്നതാണ്, റബ്ബ് നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുന്നതാണ്. ഏകപക്ഷീയമായ വൺ വേ സ്നേഹമല്ല, നേരെ മറിച്ച് അല്ലാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുമെങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിച്ചേ പറ്റൂ. എനിക്ക് റബ്ബിനോട് മഹബത്തുണ്ടെങ്കിൽ എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചു എന്ന് പഠിച്ചേ പറ്റൂ. അതുപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് എൻ്റെ കേശാലങ്കാരം അതെങ്ങനെയായിരിക്കണമെന്ന് എന്നോട് നിർദ്ദേശിച്ച കാര്യം പഠിച്ചേ പറ്റൂ, അത് അനുധാവനം ചെയ്തേ പറ്റൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് മുത്തുനബി പറഞ്ഞു, അത് പാലിച്ചേ പറ്റൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കച്ചവടമാകട്ടെ, ക്രയവിക്രയങ്ങളാകട്ടെ, ബന്ധങ്ങളാകട്ടെ, ഇടപാടുകളാകട്ടെ, ഇടപെടലുകളാകട്ടെ, വീട്ടിൽ നടക്കുന്ന വിവാഹമാകട്ടെ, എൻ്റെ നാട്ടിലൊരു മഞ്ഞ കല്യാണമുണ്ട്, ഒരു ചുവന്ന കല്യാണമുണ്ട്, സ്ത്രീധനമുണ്ട്, ഗാനമേളയുണ്ട്, അതുകൊണ്ട് ഞാനും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിനക്ക് അല്ലയില്ല, റസൂലില്ല, റസൂലിനോട് മഹബത്തില്ല, അല്ലയോട് മഹബത്തില്ല, നിന്റെ കൽബിലോ നിന്റെ ജീവിതത്തിലോ റബ്ബില്ല. റബ്ബിനെ മാറ്റിവെച്ചവനാണു നീ, അള്ളാഹുവിനെ മാറ്റിവെച്ചവനാണു നീ. അതല്ല, അള്ളാഹുവിനോട് മഹബത്തുള്ളവനാണെങ്കിൽ മുത്തുനബിയെ നെഞ്ചേറ്റാതെ, അള്ളാഹുവിൻ്റെ റസൂലിനെ നെഞ്ചേറ്റാതെ, അത് കേവലം പ്രസംഗമല്ല, പ്രഭാഷണമല്ല, പ്രഖ്യാപനങ്ങളല്ല. ആ റസൂലുള്ളാന്റെ അനക്കവും, റസൂലുള്ളാന്റെ അടക്കവും, റസൂലുള്ളാന്റെ ഉറക്കവും, റസൂലുള്ളാന്റെ ഉണർച്ചയും, റസൂലുള്ളാന്റെ ഭക്ഷണക്രമവും, റസൂലുള്ളാന്റെ ആചാരങ്ങളും, റസൂലുള്ളാന്റെ അനുഷ്ഠാനങ്ങളും അങ്ങനെ തന്നെ അനുധാവനം ചെയ്ത് അല്ലാഹുവിനെ സ്നേഹിക്കാൻ പറഞ്ഞത് അല്ലാഹയാണ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ മുത്തുനബിയെ പിൻപറ്റ്, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്ക്, എങ്കിൽ അള്ളാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുന്നതാണ്. ആ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളും, എല്ലാ അടക്കങ്ങളും, എല്ലാ അനക്കങ്ങളും അള്ളാഹുവിനോടുള്ള ഹുബ്ബ് പ്രകടിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായ രൂപത്തിലാണെങ്കിൽ ഫഹുവ കുല്ലമാ വജദ മിൻ നഫ്സിഹി ഇൽതിഫാതൻ ഇലാ ഗൈരിഹി, അല്ലാഹ് അല്ലാത്ത ശക്തികളിലേക്ക് തിരിയാതെ അള്ളാഹുവിനെ മാത്രം അവലംബിച്ചുകൊണ്ടാണെങ്കിൽ, അതേ അല്ലാഹ്
അല്ല തീരുമാനിച്ച ആയുസ്, അല്ല തന്ന ആയുസ്, റബ്ബ് സുബ്ഹാനഹു വ തആല നിർണയിച്ച ആയുസ്. നഹ്നു ഖദ്ദർനാകുമുൽ മൗത്ത്. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആയുസിന്റെ കണക്കുള്ളത് എൻ്റെ പക്കലാണ്. 40 വയസ്സ് തീരുമാനിച്ചവരുണ്ട്, 42 തീരുമാനിച്ചവരുണ്ട്, 50 തീരുമാനിച്ചവരുണ്ട്, 60 തീരുമാനിച്ചവരുണ്ട്, 70 തീരുമാനിച്ച വളരെ കുറച്ച് ആളുകളുണ്ട്, 100 തീരുമാനിച്ച് എണ്ണിയാലൊടുങ്ങാത്തവരുണ്ട്, വളരെ എണ്ണപ്പെട്ട ആളുകളുണ്ട്, വളരെ കുറച്ച് ആളുകളുണ്ട്. എങ്കിൽ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കോ, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. നിങ്ങളുടെ മരണം തീരുമാനിച്ചത് നാമാണ് എങ്കിൽ, നിങ്ങൾ മരിക്കുന്ന നേരത്ത് ഈ രൂപത്തിൽ അള്ളാഹുവിനെ സമർപ്പിച്ചവനാണെങ്കിൽ, അവിടെയാണ് ആകാശം മുട്ടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അണിനിരന്നിട്ട് വിളിക്കുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് വിളിക്കുന്ന വിളി, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ സംശുദ്ധമായ തുമഇനീനത്തുള്ള ആത്മാവേ എന്നാണ്. മനസ്സിലാക്കണം, എൻ്റെ റൂഹിനെ വിളിക്കുന്ന വിളിയാണ്, എൻ്റെ ഖൽബ് നോക്കി വിളിക്കുന്ന വിളിയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ തുമഇനീനത്തായ ആത്മാവേ, സമാധാനമടഞ്ഞ ആത്മാവേ. എപ്പോഴാണ് ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ആത്മാവ് തുമഇനീനത്താകുന്നത്? ഖുർആൻ പറഞ്ഞില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദിക്ർ ഒന്നുകൊണ്ട് മാത്രമാണ് മനസ്സിന് സമാധാനം കിട്ടുന്നത്. മനസ്സിന് സമാധാനത്തിന് വേണ്ടി കള്ളു കുടിക്കുന്നവരില്ലേ, ലഹരി ഉപയോഗിക്കുന്നവരില്ലേ, അനാശാസ്യം ചെയ്യുന്നവരില്ലേ, പാതിരാത്രികളിൽ കാബറ നൃത്തം ചവിട്ടുന്നവരില്ലേ, പബ്ബുകളിലും ഹബ്ബുകളിലും പോയി, ബീച്ചുകളിൽ പോയി, മോളുകളിൽ പോയിട്ട് സമാധാനം തിരയുന്നവരില്ലേ? ഇല്ല കേട്ടോ, അതല്ല മനസ്സിന്റെ സമാധാനം. ശാശ്വതമായ സമാധാനവും ശാന്തിയും നിനക്ക് തരുന്നത് അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. ഒരു മാർക്കറ്റിൽ നീ ചെന്നു നിന്നാൽ അവിടെ ആടാനും പാടാനും ആളുകൾ ഉണ്ടാകും, അവിടെ കച്ചവടവും ഫെസ്റ്റിവലും നടക്കുന്നുണ്ടാകും, അവിടെ കൊടച്ചക്രങ്ങൾ ഉണ്ടാകും. പക്ഷേ മനസ്സിലാക്കിക്കൊള്ളൂ, അലാ ബിദിക്രില്ലാഹ്, ആ ചന്തയിൽ പോയി നിന്ന് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനാണ് മുഅ്മിൻ, അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് മുഅ്മിൻ, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവനാണ് മുഅ്മിൻ, അള്ളാഹുവിനെ ഹംദ് പറയുന്നവനാണ് മുഅ്മിൻ. റസൂല് പറഞ്ഞില്ലേ, മാർക്കറ്റിൽ പോയി നിന്നാൽ പോലും, ചന്തയിൽ പോയി നിന്നാൽ പോലും, നമ്മുടെ ഭാഷയിൽ മോളിൽ പോയി നിന്നാൽ പോലും, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ കേന്ദ്രത്തിൽ പോയി നിന്നാൽ പോലും, ചുറ്റുപാടുകൾ മുഴുവനും ദുനിയാവിന്റെ അലങ്കാരത്തിൽ ആറാടുമ്പോഴും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിനെ ദിക്ർ ചെയ്തുകൊണ്ട് സമാധാനം നേടുന്ന ആളുകള് അവർ ചിന്തകന്മാരാണ്, ബുദ്ധിയുള്ളവരാന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ആകാശഭൂമികളെ പറ്റി ചിന്തിക്കുക, അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ ശാസ്ത്ര വ്യവസ്ഥയെ സംബന്ധിച്ച് ആലോചിക്കുക എന്ന് മാത്രമല്ല, അവർ അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്യുന്നത് ഖിയാമൻ, നിന്നുകൊണ്ടും വഖുഊദൻ, ഇരുന്നുകൊണ്ടും വഅലാ ജുനൂബിഹിം, അവരുടെ പാർശ്വങ്ങളിൽ ചാഞ്ഞു കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാണവര്. നിന്നും നടന്നും ഇരുന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണവര്. ആ രൂപത്തിൽ ജീവിച്ച ആത്മാക്കൾ റബ്ബ് കൈവിടുമോ? അവർ റബ്ബ് പരിഗണിക്കാതിരിക്കുമോ? അള്ളാഹു അവരെ കാണാതിരിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ആ മലക്കുകൾ മരിക്കുന്ന നേരത്ത് അവർ വന്ന് വിളിക്കുന്നത്, വരൂ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ സംശുദ്ധമായ ആത്മാവേ, പരിശുദ്ധമായ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ. ഈ സമയം അത്രയും ആരെ ഓർത്താണോ നീ ജീവിച്ചത്? ആരെ ദിക്ർ ചെയ്താണോ നീ ജീവിച്ചത്? ആർക്ക് വേണ്ടിയാണോ നീ വാദിച്ചത്? ആർക്ക് വേണ്ടിയാണോ നീ ഖണ്ഡനം നടത്തിയത്? ആർക്ക് വേണ്ടിയാണോ നീ വാദപ്രതിവാദം നടത്തിയത്? ആർക്ക് വേണ്ടിയാണോ ലോകത്തോട് നീ സംസാരിച്ചത്? ആ റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ, ആ റബ്ബിലേക്ക് വരൂ. റാദിയതൻ മർളിയ, അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു നിന്നെ നോക്കിയിട്ടുണ്ട്, നിന്റെ ചലനം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിന്റെ സംസാരം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിന്റെ ഉറക്കവും ഉണർച്ചയും റബ്ബിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റാദിയതൻ മർളിയ, അവൻ അങ്ങേറ്റം തൃപ്തിയുള്ളവനാണ് നിന്റെ കാര്യത്തിൽ, നീയും അല്ലാഹുവിന്റെ കാര്യത്തിൽ തൃപ്തിയുള്ളവനായതുപോലെ റബ്ബിലേക്ക് വരൂ, റബ്ബിലേക്ക് വരൂ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി.
ജന്നതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദാസന്റെ കാര്യത്തിൽ ഇതാ നടത്തുന്ന പരാമർശം മലക്കുകൾ അവനോട് പറയുകയാണ്, ഫദ്ഖുലി ഫീ ഇബാദി. അല്ലാഹു അവന്റെ ദാസന്മാരിലേക്ക് നിന്നെ വിളിക്കുന്നുണ്ട്, അവന്റെ സച്ചരിതരായ അടിമകളിലേക്ക് നിന്നെ വിളിക്കുന്നുണ്ട്. അവൻ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. അതെ, അവൻ സ്വർഗ്ഗമൊരുക്കി വെച്ചിട്ടുണ്ട്. അവന്റെ വിരുന്ന് നിനക്കുള്ളതാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം. സ്വർഗ്ഗമെന്ന് പറഞ്ഞാൽ, അല്ലാഹു തരുന്ന സ്വർഗ്ഗമെന്ന് പറഞ്ഞാൽ അത് റബ്ബിന്റെ വിരുന്നാണ്, അവന്റെ ദാസന് കൊടുക്കുന്ന വിരുന്നാണ്. ആ വിരുന്നിലേക്ക് റബ്ബ് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അവന്റെ റൂഹിനെ വാനലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഒരു തലത്തിൽ ഉയരാൻ കഴിഞ്ഞാൽ ഈ തുവൂരങ്ങാടിയിൽ അള്ളാഹുവിന്റെ ഭവനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ നേരത്ത് ഇവിടെ കൂടി എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഅ്മിനുകളെ, ഓ മുസ്ലിമീങ്ങളെ, ഒരു വിശ്വാസവുമില്ലാതെ ജീവിക്കുന്നവരെ, ഒന്നുറ്റാലോചിച്ചാൽ, ഒന്ന് ചിന്തിച്ചാൽ ആ ഒരു നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞാൽ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലോ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ, ഈ ലോകത്ത് ജീവിച്ചിട്ട് സ്വർഗം നേടാൻ നിനക്ക് കഴിഞ്ഞാൽ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ വേദനകൾ, നൊമ്പരങ്ങൾ, കഷ്ടതകൾ, മനപ്രയാസങ്ങൾ, അതൊന്നും വലിയ കാര്യമല്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബുറു തന്നാ പിന്നെയും. തൗഹീദിന് വേണ്ടി വാദിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടാൽ, അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ചാൽ, മറ്റവൻ മതമൗലികവാദിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും, അവനൊരു ഫണ്ടമെന്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കുത്തിപ്പറഞ്ഞാലും, അവനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവഗണിച്ചാലും അതൊന്നും ഒരു പ്രശ്നമല്ല. ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബുറു തന്നാ പിന്നെയും. നാളെ റബ്ബിന്റെ മുന്നിൽ സ്വർണ്ണക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ച അള്ളാഹുവിന്റെ ഭവനമാണ് പകരം നിനക്ക് ലഭിക്കാനുള്ളതെങ്കിൽ എന്തിന് നീ ഭയപ്പെടണം, എന്തിന് ക്ലേശിക്കണം? ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. ആരെല്ലാം നിന്നെ ദരിദ്രനായി കണ്ടു, കാര്യം കക്കാൻ പോകുന്നില്ല, മോഷ്ടിക്കാൻ പോകുന്നില്ല, കളവ് നടത്താൻ പോകുന്നില്ല, ലോട്ടറി എടുക്കാൻ പോകുന്നില്ല, ഒരു വഴിവിട്ട മാർഗവും സ്വീകരിക്കുന്നില്ല. അള്ളാഹ് എനിക്ക് റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ആ റബ്ബെനിക്ക് വാഗീറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടലിലേക്കുള്ളത് അള്ളാഹ് തരുമെന്ന ഉറച്ച വിശ്വാസം, ഒരു ഹറാമും ചെയ്യാതെ അള്ളാഹു അതെനിക്ക് എത്തിച്ചു തരുമെന്ന ഉറച്ച വിശ്വാസം, റബ്ബെനിക്ക് വിധിച്ചതല്ലാതെ ഈ ലോകത്ത് ഒന്നുമേ അനുഭവിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന ഉറച്ച വിശ്വാസം, എൻ്റെ റിസ്ക് നിശ്ചയിച്ചവൻ റബ്ബാണെന്ന ഉറച്ച വിശ്വാസം, ആ റബ്ബെനിക്ക് നിശ്ചയിച്ച റിസ്കിൽ നിന്ന് തട്ടിയെടുക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന ഉറച്ച വിശ്വാസം, റബ്ബ് എനിക്ക് വിധിച്ച റിസ്ക് അതനുഭവിച്ചിട്ടല്ലാതെ ഞാൻ മരിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം, ആ വിശ്വാസത്തോടെ ഒരു ഹറാമും ചെയ്യുന്നില്ല, ഒരു ഹറാമിലേക്കും പോകുന്നില്ല. അള്ളാഹ് ഇന്ന് എനിക്ക് തീരുമാനിച്ച ഖളായിൽ എനിക്ക് വിധിച്ചത് അനുഭവിച്ച് ഞാനിതാ ജീവിക്കുകയാണെന്ന നിയ്യത്തിൽ ജീവിച്ചിട്ട് അവസാനം മരിച്ചു പോകുന്നു. മറ്റവനോ ദുനിയാവിന്റെ പിന്നാലെ ഓടിയിട്ട് ദുനിയാവ് മുഴുവൻ വാരിക്കൂട്ടിയിട്ട് അവനും മരിച്ചു പോകുന്നു, അവനും മരിച്ചു പോകുന്നു. അതാ ചോദിച്ചത്, ഒരു ചിന്തയുമില്ലാതെ ദുനിയാവ് വാരിക്കൂട്ടാൻ ബിസിയായി, ഫുൾ ടൈം ബിസിയായി, തിരക്കിലായി നെട്ടോട്ടമോടുന്നവനെ, ആർക്ക് വേണ്ടിയാ നീ ഇത് വാരിക്കൂട്ടുന്നത്? ആർക്ക് വേണ്ടിയാ നീ ഇത്ര ബിസിയാകുന്നത്? ആർക്ക് വേണ്ടിയാ ഒരു സുജൂദ് ചെയ്യാൻ പോലും നേരമില്ലാതെ കഷ്ടപ്പെടുന്നത്? എന്തിനു വേണ്ടിയാണ്? ലിവൻ ആർക്ക് വേണ്ടിയാണോ ഈ ദുനിയാവ് ഒരു കൂട്ടുന്നത്? നിനക്ക് വേണ്ടിയാണോ? എങ്കിൽ ഒരു ചെറിയ സൈലന്റ് അറ്റാക്ക് ഉണ്ടായതാണ്. വണ്ടി ഓടിച്ചു കൊണ്ടിരുന്നപ്പോ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോ അനുഭവിച്ച ഒരു സൈലന്റ് അറ്റാക്ക് ആണ്. അതോടെ ദുനിയാവിൽ നീ വാരിക്കൂട്ടിയത് മുഴുവനും മറ്റവർ കൊണ്ടുപോവുകയാണ്. ഒരു വാച്ച് കെട്ടാൻ പോലും കഴിയാതെ, ഒരു കണ്ണട വെക്കാൻ പോലും കഴിയാതെ, ജീൻസ് ഇടാൻ കഴിയാതെ, 3 ഖണ്ഡം കഫൻ തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോവുകയാണ്. നിന്റെ സമ്പത്ത് എവിടെ? നീ അധ്വാനിച്ചുണ്ടാക്കിയ വീട് എവിടെ? നീ ലോൺ എടുത്തുണ്ടാക്കിയ നിന്റെ ഭവനം എവിടെ? ആയുഷ്കാലം മുഴുവനും നിന്റെ സമ്പത്തും ആരോഗ്യവും ചെലവഴിച്ച ഭൗതിക ലോകത്ത് നീ ഉണ്ടാക്കി തീർത്ത സാമ്രാജ്യങ്ങൾ എവിടെ? ഒന്നുമില്ലാതെ, ഒന്നുമില്ലാത്തവനായി നീ മരിച്ചു പോവുകയാണ്. മറ്റവനോ അള്ളാനെ പേടിച്ചവനും സന്തോഷത്തോടെ മരിച്ചു പോവുകയാണ്. നീയും മരിക്കുകയാണ്. വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ
ഈ നാട്ടിൽ ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ ഒന്നിലധികമുണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോൾ തെക്കോട്ട് പോയാലും വടക്കോട്ട് പോയാലും കിഴക്കോട്ട് പോയാലും അള്ളാഹിൻ്റെ പള്ളികളാണ്. ഈ പള്ളികൾ മുഴുവനും പാരത്രിക ലോകത്ത് നമുക്കെതിരാകാൻ പാടില്ല. ഇവിടുന്ന് വിളിച്ചു പറയുന്ന തൗഹീദിന്റെ ശബ്ദം അത് നിരന്തരം കേൾക്കുന്നവരാ നമ്മൾ. എൻ്റെ ഓർമ്മയുണ്ട്, നാദാപുരത്ത് ഒരു വിഷയത്തിൽ വലിയ പണ്ഡിതന്മാരിരുന്ന് നടത്തിയ ചർച്ചയാണ്. ആ ചർച്ചയിൽ ദഅവത്തെത്താതെ ഏതെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിൽ ജീവിച്ച് മരിച്ചു പോയാൽ അയാൾ സ്വർഗമുണ്ടോ, അയാൾ അള്ളാഹിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ അയാൾ വെറുതെ വിടുമോ എന്നൊരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് പറഞ്ഞ വാചകം, ദഅവത്തെത്താതെ ആരും മരിക്കുന്നില്ല, ദഅവത്തെത്താതെ ആരും മരിക്കുന്നില്ല, ദഅവത്ത് കിട്ടാതെ ആരും മരിക്കുന്നില്ല. കാരണം അത് ഏത് മനുഷ്യനാണെങ്കിലും അവൻ ബാങ്കിന്റെ അലയൊലി കേൾക്കുകയാണ്. മുഹമ്മദ് റസൂൽ പറഞ്ഞതാണ്, ഇദാ കുന്ത ഫിൽ ബാദിയ, നീ ഒരു താഴ്വരയിലാണെങ്കിൽ പോലും ആരോരുമില്ലാതെ ആടിനെ മേയ്ക്കാൻ പോയിട്ട് ആ വിജനമായ ആ ബാദിയയിൽ താഴ്വരയിൽ നീ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ പോലും നിസ്കാരത്തിന് സമയമായാൽ ഫർഫൽ സൗതക്, ഉറക്ക നീ ബാങ്ക് കൊടുക്കണേ, ഉറക്ക നീ ബാങ്ക് കൊടുക്കണേ. ആ ബാങ്ക് കേൾക്കുന്ന ജിന്നാകട്ടെ, ആ ബാങ്ക് കേൾക്കുന്ന മരക്കാകട്ടെ, ആ ബാങ്ക് കേൾക്കുന്ന മരമാകട്ടെ, ആ ബാങ്ക് കേൾക്കുന്ന കല്ലാകട്ടെ, ഇല്ലാ ശഹിദ ലഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അതിന് സാക്ഷി പറയാനുണ്ടാകും, നാളെ ഖിയാമത്ത് നാളിൽ സാക്ഷി പറയാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് ദഅവത്താണ്, അത് പ്രബോധനമാണ്, അത് നാട്ടുകാരെ മുഴുവനും അറിയിക്കലാണ്, നാട്ടിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളോടുമുള്ള സന്ദേശമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനം അത് ദഅവത്ത് കൂടിയാണ്. ആ വിളി എൻ്റെ കൽബിനോടുള്ള വിളിയാണെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് സദാ റബ്ബിൽ ചിന്തിച്ച് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ച് തൗഹീദുള്ള ഒരു പ്രദേശമായി തുവ്വൂർ മാറണം. അള്ളാഹുവിനെ പറ്റി എപ്പോഴും പറയുന്ന ഒരു പ്രദേശമായി ഈ നാട് മാറണം. മാത്രമല്ല ഈ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ നിലക്ക് ഈമാനികമായ അഭിനിവേശത്തോടെ വളർന്നു വരുന്ന മക്കൾ നമ്മുടെ മക്കളായി ഉണ്ടാകണം. വളർന്നു വരുന്ന തലമുറ, കോളേജിൽ പഠിക്കുന്ന നമ്മുടെ മക്കള്, പ്രൊഫഷണലുകളായ നമ്മുടെ മക്കള്, വലിയ ബിസിനസ്സുകാരായ നമ്മുടെ മക്കള്, ആ മക്കൾക്ക് പൈസ ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, അവർ LLB എടുത്തോ, MBBS എടുത്തോ, IAS IPS IRS ഒക്കെ അവർ പാസ്സായോ, അവരത് പാസ്സായാലും ഇല്ലെങ്കിലും ആ മക്കളോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം, അള്ളയില്ലാത്ത ജീവിതം വേണ്ട, റസൂലില്ലാത്ത ജീവിതം വേണ്ട, ഈമാനില്ലാത്ത ജീവിതം വേണ്ട. നാളെ ആഖിറത്തിൽ ഉപ്പയുടെ കൈപിടിച്ച് നീ ഉണ്ടാകണം, ഉമ്മയുടെ കൈപിടിച്ച് നീ ഉണ്ടാകണം. മാത്രമല്ല കൂട്ടുകുടുംബത്തോടെ നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണമെന്ന് മക്കളെ പറഞ്ഞ് പഠിപ്പിച്ച് ദീനിയായ അഭിനിവേശമുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഗ്രാമമായി, അള്ളാഹ് കബൂലാക്കുന്ന ഒരു നാടായി ഈ നാട് മാറട്ടെ. അള്ളാഹുവിന് തൗഫീക്ക് തരട്ടെ. നമ്മുടെ ഉപ്പമാരുമ്മമാര്, നമ്മളുമായി മനസ്സിറങ്ങിയ നിരവധി ആളുകൾ, അള്ളാഹുവേ ഞങ്ങൾ മുഴുവനും നിന്റെ തൃപ്തിയിൽ ജീവിക്കാനുള്ള തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ ഹിദായത്തിന്റെ വഴിയിലൂടെ ഞങ്ങൾ നീ നയിക്കണേ അല്ലാ. റബ്ബേ നിന്റെ ഭവനത്തിന് വേണ്ടി പണം മുടക്കിയവരുണ്ട്, സമ്പത്ത് മാറ്റിവെച്ചവരുണ്ട്. നേരത്തെ പറഞ്ഞ ശ്രീ ഉമ്മു മുഹമ്മദ് അടക്കമുള്ള ഒരുപാട് സ്ത്രീ ജനങ്ങള്, അതുപോലെ ഒരുപാട് ഉപ്പമാര്, ഉമ്മമാര്, ഒരുപാട് മക്കള് ഈ പള്ളിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നുണ്ടല്ലോ. എല്ലാവരുടെയും അമലുകൾ നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ കബൂലുള്ള അമലുകൾ ചെയ്യാൻ, നീ സ്വീകരിക്കുന്ന അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് ജന്മം നൽകിയവർ, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി ആരോഗ്യം ചെലവഴിച്ചവർ, ഞങ്ങൾ വളരുന്നത് കാണാൻ ആഗ്രഹിച്ചവർ, ഞങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിച്ചവർ, അള്ളാഹുവേ ഞങ്ങളുടെ ഉപ്പമാർക്ക്, ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ ആദരിക്കുന്നവർ, ഞങ്ങൾ ബഹുമാനിക്കുന്നവർ, ഞങ്ങളുടെ ഗുണകാംക്ഷികൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കൂട്ടുകാർ ഒരു സലാം കൊണ്ടെങ്കിലും പരിചയമുള്ള ആരെല്ലാം ഉണ്ടോ അവരെ മുഴുവനും അള്ളാഹുവേ ഹിദായത്തിന്റെ വഴിയിലൂടെ നയിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.